അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരേ അകലത്തിലുള്ള സമാന്തര വരകളെ കുറിച്ചാണ് നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഒരേ അകലത്തിലുള്ള സമാന്തര വരകൾ ഏത് വരകളെയും കട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരേ നീളത്തിലായിരിക്കും അല്ലേ? ഒരേ നീളത്തിലായിരിക്കും കട്ട് ചെയ്യുക എന്ന് നാം പഠിച്ചു. അപ്പോൾ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ സമഭുജ ത്രികോണം, സമചതുരം, സമഷഡ്ഭുജം അല്ലെ, അതൊക്കെ എങ്ങനെയാണ് വരയ്ക്കുക എന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് വ്യത്യസ്ത അകലത്തിലുള്ള സമാന്തര വരകൾ. ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ ഒരേ അകലത്തിലുള്ള സമാന്തര വരകളായിരുന്നു അല്ലെ. ഇവിടെ നമ്മൾ 3 സമാന്തര വരകളുണ്ട്. ഇവ വ്യത്യസ്ത അകലത്തിലാണ് അല്ലെ. നമുക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ അകലമല്ല ഇതും തമ്മിലുള്ള അകലം അല്ലെ. അപ്പൊ ഈ സമാന്തര വരകൾ എങ്ങനെയാണ് ഒരു ലൈനെ കട്ട് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഞാൻ ഈ സമാന്തര വരകൾക്ക് പെർപെൻഡിക്കുലർ ആയിക്കൊണ്ട് ലംബമായിക്കൊണ്ട് ഒരു വര വരച്ചിട്ടുണ്ട്. അതിൻ്റെ നീളം 2 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ സമാന്തര വരകൾ ഈ ലൈനെ കട്ട് ചെയ്യുന്നത് ഇവിടുത്തെ പീസിന്റെ നീളം 2 സെന്റിമീറ്റർ ആണ്, ഇതിന്റെ 4 സെന്റിമീറ്റർ ആണ്. ആ രീതിയിലാണ് കട്ട് ചെയ്യുന്നത്. ഇനി ഞാൻ ഇപ്പുറത്ത് മാറിക്കൊണ്ട് വേറെ ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അത് അല്പം ചരിച്ചു വരച്ചു. നമുക്കിത് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ അറിയാം. ഇവിടെ 2 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് 2 സെന്റിമീറ്റർ അല്ലേ, അതിനേക്കാൾ കൂടുതലുണ്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കണ്ടാൽ അറിയാം. അതേപോലെ തന്നെ ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 4 അല്ല, അതിനേക്കാൾ കൂടുതലുണ്ട്. ഇനി നമുക്ക് ഇവ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതാണ് നാം ആദ്യം ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഈ സമാന്തര വരകൾ ഈ ലംബമായ ലൈനെ 2 അടുത്ത പീസ് 4 അല്ലെ. അപ്പൊ 2:4. അപ്പൊ ഇതിന്റെ ഇരട്ടിയാണ് ഈ പീസ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതും എങ്ങനെ തന്നെ ആയിരിക്കും? ഇത് എത്രയാണോ അതിന്റെ ഇരട്ടിയായിരിക്കും ഇവിടെയും ഉണ്ടാക്കുക. മനസ്സിലായല്ലോ? അപ്പൊ ഇവിടെ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. സമാന്തര വരകൾ ഒരേ അകലത്തിലാണെങ്കിൽ ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇവിടെ ഒരേ അകലത്തിലുള്ള സമാന്തര വരകൾ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഈ ലൈൻ ലംബമായ ലൈനെ 2 അടുത്ത പീസ് 4 ആണെങ്കിൽ ഇവിടെയും അതേ രൂപത്തിൽ തന്നെയായിരിക്കും കട്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ 1 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? ഈ നീളം ഇതിന്റെ ഇരട്ടിയായിരിക്കും. അപ്പൊ ഇവിടെ 2 സെന്റിമീറ്റർ ആയിരിക്കും. മനസ്സിലായല്ലോ? ഇനി ഇവിടെ 1.5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? അതിന്റെ ഇരട്ടിയായിരിക്കും, അതായത് 3 സെന്റിമീറ്റർ ആയിരിക്കും. അപ്പൊ ഇവിടെ എങ്ങനെയാണോ കട്ട് ചെയ്തത് അതേ അംശബന്ധത്തിലായിരിക്കും ഇവിടെയും കട്ട് ചെയ്യുക. ഇവിടെ 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 10 സെന്റിമീറ്റർ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും? 3 അതിലധികമോ സമാന്തര വരകൾ, 3 സമാന്തര വരകൾ ഉണ്ടെങ്കിലേ അതിങ്ങനെ കട്ടാവുള്ളൂ അല്ലെ, 2 പീസായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് 3 അതിലധികമോ സമാന്തര വരകൾ ഏത് വരകളെയും കട്ട് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ഒരേ അംശബന്ധത്തിലായിരിക്കും. അപ്പൊ സെയിം റേഷ്യോയിലായിരിക്കും ഇവ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അത് മനസ്സിലായല്ലോ? അപ്പൊ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ചോദ്യം എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കും. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് ഇപ്പം ഇവിടെ നമ്മൾ 2 സെന്റിമീറ്റർ എന്ന് കൊടുത്തു അല്ലേ. അതിന് പകരം നമുക്കൊരു പണി ചെയ്യാം. ഈ നീളം A സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഇത് നമുക്ക് B സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കുക. ഈ കഷ്ണത്തിന്റെ നീളം A സെന്റിമീറ്റർ, ഈ കഷ്ണത്തിന്റെ നീളം B സെന്റിമീറ്റർ. ഈ പീസിന്റെ നീളം P ആണെന്ന് വിചാരിക്കുക, ഇത് Q ആണെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു സമാന്തര വരകൾ, അതായത് 3 അതിലധികമോ സമാന്തര വരകൾ ഏത് വരകളെയും കട്ട് ചെയ്യുന്നത് ഒരേ അംശബന്ധത്തിലായിരിക്കും അല്ലെ, സെയിം റേഷ്യോയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ എന്ത് എഴുതാൻ പറ്റും? ഈ പീസ് എയും ഈ പീസ് ബി ആണെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും A/B സീക്വൽ ടു ഇത് പിയും ഇത് ക്യൂ ആണെങ്കിൽ P/Q എന്ന് നമുക്ക് എഴുതാം. അപ്പൊ നമുക്ക് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുക, ഇതിൽ ഏതെങ്കിലും ഒരു നീളം നമുക്ക് തന്നിട്ടുണ്ടാവില്ല, എന്നിട്ട് ആ നീളം കണ്ടുപിടിക്കാൻ പറയും. മനസ്സിലായോ? ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് ഈ വശത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് 6 സെന്റിമീറ്റർ. ഈ വശത്തിന്റെ നീളം തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ. ഈ വലിയ വശത്തിന്റെ നീളം നമുക്ക് തന്നിട്ടുണ്ട് ഒരു 10 സെന്റിമീറ്റർ ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വശത്തിന്റെ നീളം എത്ര? അപ്പൊ ഈ രൂപത്തിലുള്ള ചോദ്യം ഒരെണ്ണം സ്ഥിരമായി ചോദിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഒന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും അല്ലേ. ഇവിടെ 3, ഇവിടെ 6. അപ്പൊ ഇതിന്റെ ഇരട്ടിയാണ് ഇവിടെ അല്ലെ. അപ്പൊ ഇതിന്റെ ഇരട്ടിയായിരിക്കണം ഇവിടെ അല്ലെ. അപ്പൊ ഇവിടെ 10 വന്നാൽ എന്തായിരിക്കും? ഇവിടെ എന്തായിരിക്കും? അതിന്റെ പകുതി 5 സെന്റിമീറ്റർ ആയിരിക്കും അല്ലെ. അതല്ലെങ്കിൽ നമുക്ക് ഇത് ഓർമ്മയിലുണ്ടായാൽ മതി, A/B = P/Q. ശരിക്കും ഇതിന്റെ ആവശ്യമില്ല, നമുക്ക് അല്ലാതെ തന്നെ ഉത്തരം എഴുതാൻ പറ്റും. അതല്ലെങ്കിൽ A/B = P/Q. ഇപ്പൊ A/B എന്ന് പറയുന്നത് വരും 6/3
3 P 10/Q അല്ലേ? നമുക്ക് ക്രോസ് ആയിട്ട് നമ്മൾ മൾട്ടിപ്പിൾ ചെയ്യും. അതായത് 6 × Q 6Q = 10 × 3 അല്ലേ? 30. അപ്പോൾ Q = 30/6 = 5. അപ്പോൾ ഇങ്ങനെയും ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടിൽ തന്നെ ഉത്തരം കിട്ടും. ഇനി അതല്ലെങ്കിൽ ഇവിടെ നമുക്ക് 3 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇത് നമുക്ക് 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട് ഈ നീളം. ഇവിടെ നമുക്ക് 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇത് എത്രയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമുക്കറിയാം, നോക്കിയേ, ഇത് നമുക്കറിയില്ല അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് നോക്കാം. ഇവിടെ 4, ഇവിടെ 6. അപ്പോൾ എന്താണ് അംശബന്ധം? റേഷ്യോ എന്താണ് വരുന്നത്? ആ റേഷ്യോ തന്നെ ആയിരിക്കും ഇവിടെ അല്ലേ? ഇവിടെ നിന്നൊക്കെ 4ഉം 6ഉം അപ്പോൾ എത്രയാണ്? 1.5 ഇരട്ടിയാണ് അല്ലേ? അപ്പോൾ സംശയം മുഴുവൻ അങ്ങനെ നോക്കണ്ട. A/B ഇത് ഉപയോഗിച്ച് തന്നെ ചെയ്യാം. A/B അപ്പോൾ 3 അപ്പോൾ നമുക്കറിയാം B = 6/4 ക്രോസ് ആയിട്ട് മൾട്ടിപ്പിൾ ചെയ്യാം. അപ്പോൾ എന്ത് വരും? 6 × B 6B = 3 × 4 12. അപ്പോൾ B = 12/6 = 2. ഇപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ 2ൻ്റെ 1.5 ഇരട്ടി 1.5 ടൈംസ് ആണ് 3 അല്ല, 1.5 ഇരട്ടി. 4ൻ്റെ 1.5 ഇരട്ടിയാണ് 6. അപ്പോൾ ഇത് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഭാഗത്തു നിന്ന് സ്ഥിരമായിട്ട് ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ഇവിടെ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റേഷ്യോയിൽ എങ്ങനെ മുറിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വര, 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയെ 2:3 എന്ന അംശബന്ധത്തിൽ നമുക്ക് മുറിക്കണം, എന്ന റേഷ്യോയിൽ നമുക്ക് മുറിക്കണം. ഇവിടെ നമുക്ക് ഈക്വലായിട്ട് മുറിക്കൽ എളുപ്പമായിരുന്നു അല്ലേ? 4 4 വെച്ച് അങ്ങോട്ട് മുറിക്കാം. ഇവിടെ 2:3 എന്ന അംശബന്ധത്തിൽ നമുക്കിതിനെ മുറിക്കണം. അപ്പോൾ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. നമുക്കെന്ത് വേണം? 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈനെയാണ് നമുക്ക് കട്ട് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ആദ്യം എന്ത് ചെയ്യാം? 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ നമുക്ക് വരയ്ക്കണം. 8 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു. ഇനി ഇതിനെ നമുക്ക് 2:3 എന്ന അംശബന്ധത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്? ഇവിടെ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ ചെരിച്ചു വരയ്ക്കും അല്ലേ? ഒരു നിശ്ചിത നീളത്തിലുള്ള നമുക്ക് കട്ട് ചെയ്യാൻ പറ്റിയ നീളത്തിലുള്ള ഒരു ലൈൻ നമ്മൾ ചെരിച്ചു വരയ്ക്കും. ഇവിടെ നമുക്ക് 2:3 ആണ്. മറ്റേത് നമ്മൾ എന്തായിരുന്നു? തുല്യ നീളങ്ങളായിരുന്നു അല്ലേ? തുല്യ നീളത്തിലായിരുന്നു നമ്മൾ മുറിച്ചത്. ഇവിടെ നമ്മൾ 2:3. അപ്പോൾ ഇവിടെ നമ്മൾ എങ്ങനെയാണ് ഈ ലൈൻ സെലക്ട് ചെയ്യേണ്ടത്? മറ്റൊന്നില്ല, വളരെ ഈസിയാണ്. ഇവിടെ നമുക്ക് 2:3 എന്ന അംശബന്ധത്തിലാണ് മുറിക്കേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് 2:3 എന്ന അംശബന്ധത്തിൽ മുറിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സംഖ്യ ഏതാണ്? 2 + 3 = 5. ഇവ തമ്മിൽ അങ്ങോട്ട് കൂട്ടിയാൽ മതി, വേറെ ഒന്നും നോക്കണ്ട. 2ഉം 3ഉം തമ്മിൽ കൂട്ടുക 5 കിട്ടി അല്ലേ? 5നെ നമുക്ക് 2:3 ഈസി ആയിട്ട് കട്ട് ചെയ്യാലോ അല്ലേ? 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു വരയാണെങ്കിൽ നമുക്ക് ആദ്യം 2 സെൻറ്റിമീറ്റർ എടുക്കുക, പിന്നെ 3 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് തന്നെ കട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതേപോലെ വരുമ്പോൾ ഇവ തമ്മിൽ കൂട്ടാം. അപ്പോൾ 2ഉം 3ഉം 5. അപ്പോൾ 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈനാണ് നാം ഇവിടെ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരയ്ക്കാം. അപ്പോൾ ഞാനിവിടുത്തെ 5 സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു ലൈൻ വരച്ചു. ഇനി എന്ത് വേണം? ഇതിനെ 2:3 എന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്യണം അല്ലേ? നമ്മൾ മുമ്പ് എങ്ങനെയാണ് ചെയ്തത്? നമ്മൾ ഈക്വലായിട്ട് കട്ട് ചെയ്തു. ഇത് ഈക്വൽ അല്ല, 2:3. അപ്പോൾ ഇവിടെ നിന്ന് 2 സെൻറ്റിമീറ്റർ. അപ്പോൾ 2 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 3 സെൻറ്റിമീറ്റർ. അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്തു. ഇത് നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, ഇനി വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചോളൂ. അപ്പോൾ ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി എന്ത് വേണം? ഇതിന് ഈ ലൈനിന് പാരലായിട്ട് കൊണ്ട് ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കണം അല്ലേ? അപ്പോൾ അത് എങ്ങനെയാണ് സെറ്റ് സ്കോർ ഉപയോഗിച്ചുകൊണ്ട് വരയ്ക്കുക എന്ന് ഞാൻ പേജ് നമ്പർ 39 ചോദ്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ സെറ്റ് സ്കോർ എടുക്കുക. അപ്പോൾ സംശയമുള്ളവർ ആ ക്ലാസ് ഒന്ന് കാണാം. അപ്പോൾ അത് ഞാൻ സെറ്റ് സ്കോർ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് എങ്ങനെയാണ് വരയ്ക്കാമെന്ന് ഞാൻ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതേ രീതിയിൽ സെറ്റ് സ്കോർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് വരയ്ക്കാം. അപ്പോൾ ഞാനിപ്പോൾ സമാന്തരമായ വര വരച്ചു. ഈ ലൈനിനെ നമ്മൾ 2:3 എന്ന അംശബന്ധത്തിലാണ് അല്ലേ? 2ഉം 3ഉം ആണിത്. അതേ അംശബന്ധത്തിൽ തന്നെയായിരിക്കും ഇതിനെ കട്ട് ചെയ്തിട്ടുണ്ടാവുക. ഈ 8 സെൻറ്റിമീറ്ററിനെ 2:3 എന്ന അംശബന്ധത്തിലായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? ഓക്കെ. ഇനി ഇത് വെച്ചുകൊണ്ട് നമ്മുടെ പേജ് നമ്പർ, ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 46 കുറച്ച് ചോദ്യങ്ങളുണ്ട്. അതിലെ ആദ്യത്തെ ചോദ്യം ഒന്ന് നമുക്ക് ചെയ്തു നോക്കാം. അപ്പോൾ ഇതാണ് അതിലെ ആദ്യത്തെ ചോദ്യം.
ചുറ്റളവ് 15 സെന്റിമീറ്ററും, അതായത് പെരിമീറ്റർ 15 സെന്റിമീറ്റർ, വീതിയും നീളവും 3:4. അപ്പോൾ അതിൻ്റെ സൈഡുകളുടെ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 3:4. അപ്പോൾ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധമാണ് 3:4. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ചതുരം വരയ്ക്കണം, ഒരു സ്ക്വയർ വരയ്ക്കണം. അപ്പോൾ അതിൻ്റെ പെരിമീറ്റർ 15 സെന്റിമീറ്റർ ആയിരിക്കണം, അതിൻ്റെ വശങ്ങൾ വീതിയും നീളവും 3:4 എന്ന അംശബന്ധത്തിലുമായിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ചതുരം എന്ന് വിചാരിക്കുക. ഇതിൻ്റെ പെരിമീറ്റർ ചുറ്റളവ് 15 സെന്റിമീറ്റർ, വീതിയും നീളവും തമ്മിൽ അംശബന്ധം 3:4 അല്ലേ. വീതിയും നീളവുമാണ്. അപ്പം നീളം 4ഉം വീതി 3. അപ്പം ഇവ തമ്മിലുള്ള അംശബന്ധമാണ് ഈ തന്നിട്ടുള്ളത് നമുക്ക്. അതായത് 3:4 എന്ന് പറഞ്ഞാൽ വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധം. അപ്പോൾ നമുക്കറിയാം ചുറ്റളവ് 15 സെന്റിമീറ്റർ ആണെങ്കിൽ നാം ഇതിനെ നീർത്തി വെച്ച് കഴിഞ്ഞാൽ മൊത്തം 15 ആയിരിക്കും എൻ്റെ നീളം അല്ലേ. നമുക്ക് ഒരു വശത്തിൻ്റെ നീളവും ഒരു വശത്തിൻ്റെ വീതിയും ഏത് അംശബന്ധത്തിലാണെന്ന് അറിയാം അല്ലേ. അപ്പോൾ നമുക്ക് അത് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റും. നമുക്കറിയാം ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത്, പെരിമീറ്റർ എന്ന് പറയുന്നത് 15 സെന്റിമീറ്റർ. പെരിമീറ്റർ എങ്ങനെ കാണാം? 2 ഇൻറ്റു നീളം പ്ലസ് വീതി അല്ലേ. അപ്പോൾ 2 ഇൻറ്റു നീളം പ്ലസ് വീതി, അതായത് A + B ആണ് 15 സെന്റിമീറ്റർ. അപ്പോൾ അതിൽ നിന്ന് A + B കിട്ടും 15നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ. അതായത് 7.5 കിട്ടും. അപ്പോൾ ഒരു നീളവും ഒരു വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7.5, അടുത്ത നീളവും അടുത്ത വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 7.5, അങ്ങനെ 15. മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 5 സെന്റിമീറ്റർ. അപ്പോൾ 7.5 സെന്റിമീറ്ററിനെ 3:4 എന്ന അംശബന്ധത്തിൽ നാം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നീളവും വീതിയും കിട്ടി അല്ലേ. അപ്പോൾ നീളവും വീതിയും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചതുരം വരച്ചൂടെ? വരയ്ക്കാം. അപ്പോൾ നമ്മൾ മൊത്തം 15 സെന്റിമീറ്റർ വരയ്ക്കേണ്ട കാര്യമില്ല, ഇവിടെ 7.5 സെന്റിമീറ്റർ വരയ്ക്കാം. അപ്പോൾ സ്കെയിൽ എടുക്കുക, 7.5 സെന്റിമീറ്റർ ലൈൻ വരയ്ക്കുക. അപ്പോൾ ഞാനിവിടെ 7.5 സെന്റിമീറ്റർ ഒരു ലൈൻ വരച്ചു. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ കട്ട് ചെയ്യണം? 3:4 എന്ന അംശബന്ധത്തിൽ ഇതിനെ കട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൈൻ വരയ്ക്കണം. ആ ലൈനിൻ്റെ നീളം എത്രയായിരിക്കും? ഞാൻ നേരത്തെ പറഞ്ഞു 3:4 വന്നു കഴിഞ്ഞാൽ ഒന്നും ആലോചിക്കേണ്ട, 3 + 4 7. അപ്പോൾ നമ്മൾ 7 സെന്റിമീറ്റർ നീളത്തിലാണ് ഇവിടെ ലൈൻ വരയ്ക്കേണ്ടത്. അപ്പോൾ നമുക്ക് 7 സെന്റിമീറ്റർ നീളത്തിൽ ലൈൻ വരയ്ക്കാം. അപ്പോൾ ഞാനിവിടെ 7 സെന്റിമീറ്റർ നീളത്തിൽ ലൈൻ വരച്ചു. ഇനി അതിനെന്ത് വേണം? 3:4 എന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്യണം അല്ലേ. 3:4 എന്ന അംശബന്ധത്തിൽ കട്ട് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ നിന്ന് 3 സെന്റിമീറ്റർ എടുക്കുക, പിന്നെ ഇവിടെ 4 സെന്റിമീറ്റർ, ബാക്കി 4 സെന്റിമീറ്റർ ഉണ്ടാവും അല്ലേ. അപ്പോൾ 3 സെന്റിമീറ്റർ വെച്ചിട്ട് പോയിന്റ് അടയാളപ്പെടുത്തു, സെന്റിമീറ്റർ വെച്ചിട്ട് പോയിന്റ് മാർക്ക് ചെയ്തു. ഇതാണ് 3 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4. അപ്പോൾ 3:4 ആയത്. ഇനി നമുക്ക് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ഈ പോയിന്റുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി എന്ത് ചെയ്യണം? ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ഇതിന് സമാന്തരമായിക്കൊണ്ട് വരയ്ക്കണം അല്ലേ. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് നാം പേജ് നമ്പർ 39 ചോദ്യങ്ങൾ ചെയ്തപ്പോൾ വളരെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതേ രൂപത്തിൽ തന്നെ ഈ ലൈനിന് സെറ്റ് സ്ക്വയർ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ പാരലൽ ലൈൻ വരയ്ക്കാം. സംശയമുള്ളവർ ആ ക്ലാസ് ഒന്നുകൂടി കേൾക്കാം. അപ്പോൾ ഞാനിവിടെ ഇതിന് സമാന്തരമായിക്കൊണ്ട് ഇവിടെ ലൈൻ വരച്ചു അല്ലേ. അപ്പോൾ ഇത് എത്ര ആയിരിക്കും? ഈ 7.5 സെന്റിമീറ്ററിനെ ഇതെങ്ങനെ ആയിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക? ഇത് 3:4 എന്ന അംശബന്ധത്തിലായിരിക്കും കട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇത് നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ചതുരം വരയ്ക്കണം അല്ലേ. അപ്പോൾ ഇതാണ് ചതുരത്തിൻ്റെ നീളം, ഇത് ചതുരത്തിൻ്റെ വീതി. അപ്പോൾ ഈ വീതിയും കൂടി മടക്കി വെച്ചാൽ മതിയല്ലോ, മതി അല്ലേ. അപ്പോൾ ഇനി എന്ത് വേണം? അപ്പോൾ അതിന് മുമ്പ് വീതി നാം അടയാളപ്പെടുത്തുന്നതിന് മുമ്പ് എന്ത് വേണം? ഇതിന് നമ്മളൊരു ലംബം വരയ്ക്കണം വേണ്ടേ. നമ്മുടെ മട്ട ഉപയോഗിച്ചുകൊണ്ട് ഇവിടുന്ന് ലംബം വരയ്ക്കുക. അതൊക്കെ ഞാൻ മുമ്പത്തെ ക്ലാസ്സിൽ വളരെ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ രൂപത്തിൽ ആ പോയിന്റിൽ കൃത്യമായിട്ട് തന്നെ വെക്കുക. എന്നിട്ട് ആ പോയിന്റിൽ നമുക്കിവിടെ പോയിന്റ് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് എന്ത് ചെയ്യണം? കോമ്പസ് എടുക്കുക. കോമ്പസ് എടുത്തിട്ട് ഇതാണ് നമ്മുടെ വീതിയായി വരേണ്ട അളവ് അല്ലേ. അപ്പോൾ ഈ അളവ് കൃത്യമായിട്ട് തന്നെ എടുക്കുക, കോമ്പസിൽ എടുക്കുക. ശേഷം ഇവിടെ കുത്തിയിട്ട് ഇവിടെ നമ്മൾ ആർക്ക് വരയ്ക്കുക. അപ്പോൾ ഇവിടെ ആർക്ക് വരച്ചു. അപ്പോൾ ഇവിടെ നമുക്കൊരു പോയിന്റ് കിട്ടി. ഇനി എന്ത് വേണം? അതേ അളവ് തന്നെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക അല്ലേ. ഇതാണ് നമ്മുടെ വീതി, ആ അളവ്.
അപ്പോൾ ഇവിടെയും ഒരു ആർക്ക് വരച്ചു അല്ലേ. ഇനി എന്ത് ചെയ്യണം? അതേ, ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഇപ്പം ഈ വീതി നമുക്ക് രണ്ട് ഭാഗത്തും കിട്ടി അല്ലേ. ഇനി ഇവിടെ ഏതാ വരേണ്ടത്? നീളമാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് വേണം? ഈ അളവ് എടുക്കുക. ഇനി കോമ്പസിൽ ഈ അളവ് എടുക്കുക. അപ്പോൾ കോമ്പസിൽ കൃത്യമായിട്ട് ഈ അളവ് എടുക്കുക, അത് മെഷർ ചെയ്യുക. കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാം? ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കാം. അപ്പോൾ ആർക്ക് വരച്ചു. ഇനി ഇത് കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് നീളം കിട്ടി, ഇത് കൂട്ടി യോജിപ്പിച്ചാൽ നമുക്ക് ഈ വീതിയും കിട്ടി. അപ്പോൾ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് നോക്കൂ. അപ്പോൾ ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചു. ഇനി എന്ത് വേണം? ഇവ തമ്മിൽ കൂട്ടി യോജിപ്പിക്കാം. അപ്പോൾ ഇവ തമ്മിലും കൂട്ടി യോജിപ്പിച്ചു. അപ്പോൾ ഇതാണ് 15 സെൻറ്റിമീറ്റർ ചുറ്റളവുള്ള ചതുരം. മനസ്സിലായല്ലോ. അപ്പോൾ ചതുരത്തിൻ്റെ നീളവും വീതിയും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് 7.5. ഈ നീളവും വീതിയും കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 7.5. അങ്ങനെ മൊത്തം 15 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് മനസ്സിലായല്ലോ, സംശയമൊന്നുമില്ലല്ലോ. ഇതിൽ ആ പേജിൽ ബാക്കിയുള്ള ചോദ്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം.